എല്ലാവരും പ്ലേറ്റ് കാണിച്ചോ. നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ച കറിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി പോവാട്ടോ. നമ്മുടെ ദ്വീപിൽ നിന്നും ആൾത്താമസം ഇല്ലാത്ത വേറൊരു ദ്വീപിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ആ ദ്വീപിലായിരിക്കും സമയം ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ആ ദ്വീപിൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പോകുമ്പോഴത്തേക്ക് അവിടെ ഉച്ചയ്ക്ക് ഫുഡ് വെച്ച് കഴിക്കണം, വൈകിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ 4 പേരും കൂടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഓരോരുത്തർ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് തേയില, പഞ്ചസാര എന്ത് നമ്മുടെ അതാണ് പഞ്ചസാര, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. പിന്നെ കത്തി മെയിൻ ആണ് കേട്ടോ, കത്തി. പിന്നെ കുറേ അധികം സ്നാക്സുകളൊക്കെ മേടിച്ചായിരുന്നു. ആണ് കുറേ സ്നാക്സുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വെറുതെ അവിടെ പോയി ഇരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ എന്നതാ വീണ്ടും അടുത്ത ആൾ കൊണ്ടുവന്ന സ്നാക്സ് കേട്ടോ, ലേസ്, കുർക്കുറ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മളിതാ ഉള്ളി, പച്ചമുളക്, അങ്ങനത്തെ പച്ചമുളക് 2 എടുക്കാൻ മറന്നുപോയി, പച്ചമുളക് എടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സംഭവത്തിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്, തേങ്ങ തിരുമ്മി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങ തിരുമ്മിയതല്ല, നമ്മുടെ കൂടെ ഇന്ന് പുതിയതായിട്ടൊരാൾ നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എൻ്റെ നെയ്ബറാണ്. അപ്പോൾ നമ്മൾ ഈ ദ്വീപിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സുൽഫത്തിനെയും കൂടെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുൽഫത്ത് വന്നപ്പോൾ സുൽഫത്ത് തേങ്ങ തിരുമ്മി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇത് തേങ്ങ പാലായിട്ട് പിഴിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഭയങ്കര ചൂടല്ലയോ, നല്ല വെയിലും ചൂടും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം കലക്കാൻ വേണ്ടി കുറച്ച് സ്ക്വാഷൊക്കെ എടുത്ത് വെച്ചിരുന്നു. അതൊന്നും അല്ല രസം. ഇന്നലെ വരെ ഇവിടെ കൊടും ചൂടും വെയിലും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ആ ദ്വീപിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്ക് വൈകുന്നേരം വരെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കരമാണ്. അപ്പം ഇന്ന് എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്ക് മഴ പെയ്ത്. പക്ഷെ മഴ പെയ്താലൊരു കാര്യമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തെങ്ങോ കാര്യങ്ങളോ തണൽ മരങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ മഴയായി കഴിഞ്ഞാലും അവിടെ പോയാൽ ബുദ്ധിമുട്ടാണ്, നനഞ്ഞു പോകത്തില്ലേ നമ്മൾ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ആ ദ്വീപിൽ, വേറെ ആരും കാണത്തില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ദ്വീപിൽ ഞങ്ങൾ മാത്രം, ഒരു മനുഷ്യൻ പോലും അവിടെ കാണത്തില്ല. ആൾത്താമസം ഒന്നും ഇല്ലാത്ത ദ്വീപാ, തെങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ. അപ്പം ഇന്ന് ഫുള്ള് നമ്മൾ അവിടെ ആണ്. അപ്പം മഴ പെയ്തുകൊണ്ട് ചിലപ്പോൾ ചൂടിന് ഒരു ആശ്വാസം ഉണ്ടാകും. പക്ഷെ ഇനിയും മഴ പെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ചിലപ്പം നിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ബോട്ടിൽ കയറാൻ പോകുന്ന സ്ഥലത്തോട്ട് പോവുക. ഇനി എന്തെങ്കിലും കാലാവസ്ഥ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബോട്ടുകാർ പറയും ഇന്ന് പോകണ്ടെന്ന്. അപ്പം നമ്മൾ തിരിച്ചിഞ്ഞ് വരാം, നമ്മുടെ സേഫ്റ്റി അല്ലേ നമുക്ക് പ്രധാനം. അപ്പം എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് ഇതിനകത്ത് വെക്കണം. ഇനി 2 പേര് നമ്മുടെ കൂടെ വരും. റജീത വരുന്നുണ്ട്, നമ്മുടെ കൂടെ സൽമത്തും വരുന്നുണ്ട്. അപ്പം റജീതയുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ, അരി, മുളക് അരച്ചത്, സുർക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ റജീത എടുക്കും. പിന്നെ സൽമത്ത് നമുക്ക് വേണ്ടുന്നുള്ള പാത്രങ്ങൾ, കാര്യങ്ങൾ, കുക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ സൽമത്ത് എടുക്കും. പിന്നെ നമുക്ക് വെള്ളം കൊണ്ടുപോകണം, വെള്ളവും കുറച്ച് സൽമത്ത് എടുക്കും, കുറച്ച് ഞാനും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡിയാക്കണം. ബോട്ടുകാർ നമ്മളെ വിളിച്ച് കേട്ടോ, നമ്മൾ 9:30 പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 9:45 ബോട്ടുകാർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാമല്ലോ. ഞങ്ങൾ ഇനി സ്കൂട്ടറിൽ ഇവിടുന്ന് നേരെ അന്താം ബീച്ചിൽ പോകും. അവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറി പോകാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കുടയും കൂടെ നമുക്ക് എടുത്ത് വെച്ചേക്കാം, മഴ പെയ്താൽ നമുക്ക് കുട പിടിക്കുമല്ലോ. അവിടുന്ന് ഒരാൾ വരും, നമ്മൾ പറഞ്ഞില്ലേ 2 പേര് വരുന്നുണ്ടെന്ന്. അങ്ങനെ റജിത അതേ സെറ്റായി ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ആള്, സുൽഫത്ത്. ഞങ്ങളുടെ കൂടെയുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഒരു യാത്ര വരുന്നത് അല്ലേ. ഞങ്ങളൊരു 1 ഡേ ട്രിപ്പാണ്. ഇതേ നമ്മൾ ഫിഷൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ സൽമത്ത് വരുന്നു. എല്ലാം എടുത്തിട്ട് അവസാനം തവി എടുക്കാതെ സ്പൂൺ എടുക്കാതെ വന്ന കൊച്ചാ. പാത്രം എടുക്കാൻ ഏൽപ്പിച്ചതാ, അവസാനം സ്പൂൺ എടുക്കാതെ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ഒരു ആൾത്താമസം ഇല്ലാത്ത ദ്വീപിലേക്ക് പോവുകയാണെന്ന്. ഗീത കേട്ടില്ല, നമ്മൾ ഇൻട്രോ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടി റെഡി ആയത് അന്താം ബീച്ചിൽ വന്നിട്ടുണ്ട്. ബോട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ കുറേ നേരം കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ നമ്മൾ യാത്ര തിരിക്കാൻ പോവാ. ഞങ്ങൾ 4 പേര് കൂടെ ഇന്ന് പോകുന്നത്. ഞാൻ, സൽമത്ത്, റജീദ, സുൽഫത്ത് നമ്മുടെ പുതിയ ഫ്രണ്ടല്ല, എൻ്റെ നെയ്ബറാ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ഒരു യാത്ര വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ. ഞങ്ങൾ സാമഗ്രികളൊക്കെ എടുത്ത്, ഞങ്ങളെല്ലാം എടുത്തു കേട്ടോ. സൽമത്ത് പാത്രം എടുക്കാൻ പറഞ്ഞിട്ട് പാത്രം എടുത്തില്ല, സ്പൂൺ എടുക്കാൻ പറഞ്ഞിട്ട് സ്പൂൺ എടുത്തില്ല. നിങ്ങൾ ചോദിക്കണേ കൊച്ചിനോട് കേട്ടോ. എൻ്റെ ബാഗിൽ എന്തുകൊണ്ടോ എനിക്ക് മാത്രമേ അറിയൂ. വലിയ 2-3 ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വഴിയെ കാണാം അല്ലേ? ഓക്കെ. തൊപ്പി എടുക്കാൻ മറന്നുപോയി. രാവിലെ മഴയാണ്, നീ തൊപ്പി എടുക്കാഞ്ഞില്ലയോ? രാവിലത്തെ മഴ ഇപ്പോഴത്തെ വെയിലും കൂടെ നോക്കിക്കേ. നമ്മൾ വിചാരിച്ച് എന്തായിരിക്കും? ഏത് പാത്രം? സുൽഫത്ത് ചാടിയും കയറിയോ? അങ്ങനെ ഇതായിട്ട് നനഞ്ഞാലും കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുമല്ലോ. അവിടെ നല്ല വെള്ളം. അതുകൊണ്ട് ചെറിയ പാക്കറ്റും ഉണ്ട് ഗുഡ്ഡയുടെ. അതിനകത്ത് തന്നെ ഉണ്ട്. കിട്ടിയ അത് മതി. അല്ല, എനിക്ക് അതുപോലത്തെ തൊപ്പി മേടിക്കണമെന്ന്. മീനുകളൊക്കെ വന്ന് തുടങ്ങുന്നു ചെറുതായിട്ട്. നമ്മളപ്പോൾ ഇവിടെ നിർത്തിയത് എന്തിനാ? മീനുകളെ കാണാൻ വേണ്ടി. ഗ്ലാസ് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ വേണ്ട, ഈ ഫോൺ ഞാൻ വെക്കത്തില്ല. ഗ്ലാസ് ബോട്ടുകളിൽ വന്നു കഴിഞ്ഞാലുള്ള വേണ്ട, ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മീനിനെ കാണാൻ പറ്റില്ല. മീൻകുട്ടന്മാരൊക്കെ ദാണ്ട് വന്ന് തുടങ്ങുന്നു. ഏതാ? രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വരാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കൽപ്പറ്റ ദ്വീപിലേക്ക് പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. നമ്മുടെ സുൽഫത്തിൻ്റെ ബ്രദറിൻ്റെ ഗ്ലാസ് ബോട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് കുറേ കടലിനടിയിൽ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് മീനുകളെ, ആമകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ ആദ്യം തന്നെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുവാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആഴം ഒന്ന് നോക്കിക്കേ. നോണ്ട് ഏറ്റവും താഴെ നോക്കിയേ. പൊടി 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 കണ്ടോ കണ്ടോ, എല്ലാരും ഇവിടെ ചാടുന്നേ. അടിപൊളി. അതുകൊണ്ട് കണ്ടോ താഴെ ഫുള്ളതാ. അതുകൊണ്ട് വരുന്ന എല്ലാരും ഇവിടെ. വലുതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കറുത്ത മീൻ, അതുകൊണ്ട് മറ്റേ നമ്മൾ കഴിക്കുന്ന മീനല്ലയോ അങ്ങോട്ട് പോയത്? ആന്നാ? അല്ല, നമ്മൾ കഴിക്കുന്ന നമ്മൾ അടിയിൽ വലിയതുണ്ട്. അടിയിൽ ഞാൻ ഈ മീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്താ അതുകൊണ്ട് അത് അണ്ട താഴെ നോക്ക്, താഴെ നോക്ക്. ഒരു വലിയത് ഇതാണ്ടാ വരുന്നത്. അതുകൊണ്ടാ പോകുന്നത്. ആന്നാ? ഇത് മറ്റേ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സംഭവം ഇല്ലേ? അത് മുത്തുച്ചിപ്പി. അത് തന്നെ. കൈ തൊട്ട അടയുന്ന. യൂതാണ്ട് വന്ന എല്ലാരും ഇവിടെ. അതുകൊണ്ട് കറുത്ത സാധനം വലുത് അടിയിൽ. നമ്മളിവിടെ ആണോ സ്ക്യൂബ ചെയ്യാനും വരുന്നേ? ഇല്ല, ഇതിനൊക്കെ ഇപ്പൊ. അതുകൊണ്ട് താഴോട്ട് നോക്കി എത്ര ടൈപ്പ് കാണണം. ഈ ബിസ്ക്കറ്റ് അവിടെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലയോ? ഹായ്. താഴെ ഒരു കൂട്ടം മഞ്ഞ. പറഞ്ഞ വിറ്റ് ഒന്നും കൂടെ ഒന്ന് പറയാമോ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോയപ്പോ എഞ്ചിനോപ്പ. അല്ല, ഹായ്. അയ്യോ, അതുകൊണ്ട് എല്ലാരും വന്ന്. സൽമത്തിന് കാണാൻ പറ്റുന്നില്ല. സുൽഫത്തിന് 2 സുല്ലും സല്ലും ആയോണ്ടേ ഞാൻ ഫുള്ള് വിളിക്കുന്ന അവളെ സൽമത്തെന്ന്. നാണ്ട് വന്നെല്ലാരും ഇവിടെ. തൊട്ടടുത്ത് വന്ന് വെള്ളം വീണോന്ന്.
പോയി. അതെ, ഫൈനലി നമ്മള് പറഞ്ഞ നമ്മുടെ സ്ഥലം എത്തിയേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊരു ദ്വീപിലേക്ക് വരുവാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നമ്മളിതേ ആൾതാമസം ഇല്ലാത്ത ആ ദ്വീപിലെത്തി. 3 പേര് നടന്നു പോകുന്നുണ്ട്. ഈ ദ്വീപിലേക്കാണ് ഇന്ന് നമ്മൾ വന്നത്. ഇവിടെ നമ്മളല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇല്ല. അതാ ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് വരുന്നവർക്ക് ഇരുന്ന് ആടാൻ വേണ്ടി. കൊള്ളാതെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അതാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി വെച്ച്. അപ്പം നമ്മൾ ഏത് ദ്വീപിലാണ് വന്നേക്കുന്നത്? ഈ ദ്വീപിനെ നമ്മൾ കൽപ്പട്ടി ദ്വീപിലാണ് വന്നത്. എന്തിയേ അടുപ്പ് എന്തിയേ? അന്നേ ഇവിടെ അടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ വെയിലില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ടല്ലയോ. ഇതാണോ അടുപ്പ്? ഓ, ഇത് ആരൊക്കെ വന്ന് ചിരട്ട വേണ്ട കിടക്കുന്ന ഒരു ചിരട്ട, വേണ്ട കിടക്കുന്ന ചിരട്ട, വേണ്ട കിടക്കുന്ന ചിരട്ട. അപ്പം നമ്മൾ വന്നേക്കുന്ന ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇന്നാളിൽ പോയത് എവിടെയായിരുന്നു? ബംഗാരം തിണ്ണകര ദ്വീപിലൊക്കെ പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ എന്തുവാ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും താമസിക്കാനുണ്ടല്ലോ അല്ലയോ. മീൻ എടുക്കാനും പിന്നെ മീൻ ഉണക്കാനും മീൻ പിടിച്ചുണക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാണും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് പോലും ഇല്ലാത്ത ഒരു ദ്വീപാണ്. അപ്പോൾ ഇവിടെ ആൾതാമസം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഗസ്റ്റുകളൊക്കെ ജസ്റ്റ് വന്ന് ഇവിടുന്ന് പോകുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഫുള്ള് ഇവിടെ നിൽക്കുക. നമ്മൾ മാത്രമേ ഉള്ളൂ 4 പേര് ഈ ദ്വീപിൽ. പേടിയുണ്ടോ സൽമത്തെ? ഒരു പേടിയില്ല. ലക്ഷദ്വീപിൽ ഒരു സ്ഥലവും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അല്ലയോ. എടുത്തോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അടുപ്പ് കിട്ടി. അടുപ്പ് പ്രത്യേകം കൂട്ടേണ്ട കാര്യം വന്നില്ല. അങ്ങനെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റായി. എന്നാ സാർ സമയം എടുക്കുക. മറ്റേ വയ്ക്കലാണ് നമുക്ക് നല്ലത്. മാത്രമല്ല നമുക്ക് ലിമറ വേണം. നമുക്ക് മുമ്പ് ആരൊക്കെയോ എല്ലാം സെറ്റ് ആക്കി കൊണ്ട് വെച്ചേക്കുന്നത്. ഞാനൊന്ന് ഊഞ്ഞാലിരുന്നോട്ടെ. പൊട്ടി വീഴാതിരുന്നാ മതി. പൊട്ടി വീഴൂല. ഞാൻ ഇരുന്ന് പൊട്ടിയില്ലാതെ കൽപ്പട്ടിയിൽ വന്നിരുന്നു ഊഞ്ഞാലാടുക. ഇതിന്റെ കൂടെയുള്ള ഒരു ചെമ്പ് ചായ കഴിക്കുന്നതാ. പിന്നെ ഒരു ചെറുതുണ്ട്. ഉമ്മ പറഞ്ഞ് എനിക്ക് വേണ്ടി എടുത്തെന്ന് പറഞ്ഞ് കവറിലിട്ട് അവിടെ ഇരിക്കട്ടെ. വീട്ടിൽ ഇരുന്നോണ്ടല്ലോ. അതിഥി തല ഇറങ്ങുന്നു. ഞാൻ എനിക്ക് ബോട്ടിൽ വന്നപ്പോ തന്നെ തല ഇറങ്ങി. അത് പരിപാടി തുടങ്ങിയാലോ? തുടങ്ങിട്ടെ ഞങ്ങൾ ചായ കയറ്റാൻ പോവാണ്. ബിയിൽ ഇവിടെ വരുവാ. ഞങ്ങൾ വന്നപ്പോഴേ അങ്ങ് പരിപാടി അങ്ങ് തുടങ്ങി. കുറച്ച് തൂക്കിൽ വെച്ചേക്ക്. നമുക്ക് തൂക്കുണ്ടോ? ഇപ്പൊ ഇച്ചിരി കലക്കി കുടിക്കാം സ്ക്വാഷ്. സ്ഥലത്തെ ഇത് വൈകിട്ടത്തേക്ക് ചായക്ക് പാത്രം കൊണ്ടൊന്നില്ല. ഉണ്ടാക്കി വെച്ചിട്ട് അടുപ്പിനകത്ത് വെച്ചേക്കാന്. അപ്പഴത്തേക്ക് ഞാൻ വെള്ളം കലക്കട്ടെ. ആ കമ്പെടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാ സംഭവം എല്ലാം എടുത്ത് ഞാൻ എടുത്തോണ്ട് പോവാം. തീപ്പട്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഒന്ന് സെറ്റാക്കി വെക്കാം ഇല്ലയോ. നമ്മളിന്ന് ഫുള്ള് ഇവിടെയാണ് താമസം. ഇവിടെ ഇറക്കാം. ഇന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയാലോ. ഇവിടെ ഇറങ്ങിയാലും ഒന്നും പേടിക്കാനൊന്നും ഇല്ലാത്ത ആരും നമ്മളെ വന്ന് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് ആദ്യം ഇച്ചിരി വെള്ളം കലക്കി കുടിക്കാൻ. ഞാൻ ഭാഷ കൊണ്ടുവന്നിട്ടുണ്ട്. ദാഹിക്കുന്നു. സുർക്ക വേണം. എല്ലായിടത്തും ഇവിടെ വെക്കാം നമുക്ക്. ഏതാ? ഏതാ? ഉപ്പൊക്കെ എടുത്ത് ഉപ്പെടുത്ത് തേങ്ങ നമുക്ക് ആദ്യം പിഴിഞ്ഞ് വെക്കണ്ടായോ? ഇത് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണെങ്കിലും ഞാൻ എടുത്ത് വെച്ചു. നമ്മളൊരു വഴിക്ക് വന്നതല്ലേ. രാവിലത്തെ മഴ കണ്ടിട്ട് കുട എടുത്ത് വെച്ച് ഇവിടെ വന്നിട്ട് നനയുണ്ടല്ലോ.
കുട വരെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. ഇത് ഇവിടെ നിന്ന് ഉണങ്ങട്ടെ. സഞ്ചി ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. എന്താണ് അവ ഉദ്ദേശിച്ചത് നോക്കട്ടെ. ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നമുക്ക് മുമ്പ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്ന് ഇവിടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ട് പോകുന്നതാണ്. ഇവിടെയൊക്കെ ചിരട്ടയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപകാരമായി. കത്തുവായി ഒന്ന് കുലുക്കിയിട്ട് നോക്കും. കാറ്റുള്ളതുകൊണ്ടാന്നോ? ആ വെള്ളം കലക്കാം. ബാ അത് ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ എന്തോ കണ്ട് മേടിച്ചതാ. നമുക്ക് വെറുതെ കഴിക്കാമല്ലോ, കവറുകളൊന്നും കളയണ്ട. കുഴപ്പമില്ലല്ലേ, അവൻ മേടിച്ച് നോക്കിട്ട് പോയതാ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ദാഹിച്ച്. എന്നാൽ പിന്നെ കുറച്ച് വെള്ളമെല്ലാം കലക്കി കുടിച്ചിട്ട് എന്താ റജീദത്ത് അവിടെ സ്ക്വാഷ് കഴിക്കൊണ്ടിരിക്ക. റജീദ എല്ലാം വെച്ച് വെച്ചിട്ട് നമുക്ക് ഇരിക്കാം അല്ലയോ? അടുത്ത വെള്ളമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഗ്ലാസ് ഞാനും കുറച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചായ ഇട്ട് വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഇതാക്കാൻ വേണ്ടി. ഇതിനകത്ത് എന്തിനാ സ്ഥലമത്തെ തീ വെച്ചാ? മുളകണ്ണി കൂടിപ്പോയോ? ഞാൻ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചു. ചൂരയും വെട്ടിയുണ്ടെന്ന് പറഞ്ഞു. ആ തണ്ണി വീഴ്ത്തി തരാം. മീൻ കഴുകാൻ പോവാം. മീൻ കഴുകാൻ ആദ്യം നമുക്ക് കടലിലെ വെള്ളത്തിൽ കഴുകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന നല്ല വെള്ളത്തിൽ കഴുകാം. എൻ്റെ ഈ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ മറ്റേ ഇതല്ലയോ, എന്താ ആ പേര് മറന്നുപോയി എനിക്ക്. കഴിക്കുന്ന സാധനം അല്ലല്ലേ? ഇല്ല, ഇത് കഴിക്കുന്നതാണോ ഈ കല്ലിലിരിക്കുന്നേ? ശമണിയം. ഇത് കഴിക്കുന്നതാണോ? എന്നാ പറക്കിയിട്. വേണ്ട, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ പേര് ശമണിയം എന്നാണ് താണ്ട് ഈ കാണുന്നത്. ഇതെങ്ങനെയാ കഴിക്കുന്നതെന്നാ? വേണ്ട, ഇതിനകത്ത് ജീവി ഉണ്ടല്ലയോ? നമുക്ക് പറഞ്ഞ അയ്യോ എടുത്ത് നോക്കിയാലോ. ഇതിനകത്ത് എന്താ ജീവി ഉണ്ടെന്ന് പറയുന്നു. അതാണ്ട് ഇതിനകത്ത് ഫ്ലഷ് ആണോ എടുക്കുന്നത് നമ്മള്? ജീവനുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ല. ഈ ഷെല്ല് കളഞ്ഞിട്ട് ഇതിനകത്ത് ആ സംഭവം കാണും. അതായിരിക്കും എടുക്കുന്നത്. ഈ കല്ലിലൊക്കെ ഇഷ്ടം പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴേ ഇഷ്ടം പോലെ മീനുകൾ കേട്ടോ. ഉപ്പുവെള്ളമല്ലയോ? എന്നാലും ഒന്നുകൂടെ നമ്മുടെ വെള്ളത്തിൽ ഒന്നുകൂടെ കഴിക്കാം. ഇതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചൂരയും ഉണ്ട് നമ്മുടെ കയ്യിൽ. മെട്ടിയുണ്ട്. മെട്ടി ഇതല്ലേ മെട്ടി പൊരിക്കാൻ നമുക്ക് ചൂര കറിയും വെക്കാം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫുഡൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയത്. നമുക്ക് തന്നെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളെ പോലെ മീൻ പൊരിക്കണോ? മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് പൊരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് പൊരിക്കണം. ഉറുക്കല്ല ഞാൻ പറഞ്ഞേ, മുളക് അരച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ചത്. അത് ആ മീൻ പൊരിച്ച വേണോ നിങ്ങൾക്ക്? അതോ ഞങ്ങളുടെ മീൻ പൊരിച്ച വേണോ? എന്നാ നിങ്ങളുടെ എടുത്തോ. ഞാൻ മീൻ കഴിക്കത്തില്ല. ഏത് ചൂരയോ? അല്ല മറ്റേത് മെട്ടി പൊരിച്ചത്. ഷാലല്ലേ? ഉരുത്തിനല്ലേ ആനൊക്കെ ഇടാൻ പറ്റുള്ളൂ. വെള്ളം വേണോ കഴുകാനേ?
പൊരിക്കാൻ എന്നാ മറ്റേത് എടുക്കാം, സാധാ മുളക് പൊടിയൊക്കെ ഇട്ട് പൊരിക്കാൻ. തന്നെ ഇട്ടി തരുക, അത് മതി. അതിൽ പരിപ്പ് അങ്ങനെയുള്ള മേലെ തേപ്പാൻ മേടിക്കാം. എടുത്തോ കറക്കി എടുത്തോ. സുർക്ക തൊട്ടല്ലേ ഇതിനൊക്കെ ഫ്രിഡ്ജിന് വെച്ചേരി അരച്ചിപ്പം എടുത്താ ഫ്രിഡ്ജിന് വെച്ചാണ് ഇട്ടിക്കോ. നീ ദൂരെ വെച്ച് മതി 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 മതി. ഇവര് എന്താ നമ്മുടെ നാട്ടിലെ മുളണ്ണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയാണ് അടിപൊളിയാണ്. വലിയ ചൂരാണ്. എന്താ ചൂരാന്നേലും ഞാൻ എൻ്റെ ഉപ്പ് നിൽക്കണമെങ്കിൽ മക്കളെ ഉപ്പിടുന്ന ആൾ കുറവാണ്. സുർക്ക അളവിന് വെച്ചു. അങ്ങനെ ലേറ്റ് ആണോ? അടുത്ത് ഇങ്ങനെ മതി മതി മസാല വെക്കണ്ട. കാണി ഇറങ്ങാൻ വരുക തരും തരും. മെല്ലെ വിറ്റ് മെല്ലെ മെല്ലെ കുടിക്കുന്ന വെള്ളം നോക്കി അത് കാണി. അതെങ്ങനെയാ വെക്കുന്നേ? ഒരു മൂട്ട് വേണ്ടേ? മൂട്ട് വേണ്ടേ? കാണാൻ പറ്റുന്നുണ്ട്. തുണി കൊണ്ട് ഞാനും ഉണ്ട്, പിടിത്തുണിയുണ്ട്. പിടിത്തുണിയാണോ ചോദിക്കുന്നേ? പിടിക്കാൻ തുണി തോണ്ടല്ല. അവര് സെറ്റാണ്, എല്ലാം സെറ്റാണ്. പിടിത്തുണി വരെ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് രണ്ടുണ്ടായിരുന്ന ഇതിനുള്ള കഴിക്കട്ടെ. വെച്ചോ വെച്ചോ. ഇല്ല വെച്ചത് അങ്ങോട്ട് വെക്കാൻ പറ്റുമോ? മീനു ആ ഇരുമ്പിന്റെ മുകളിൽ വെക്കാൻ പറ്റൂല. വെക്കണമായിരുന്നില്ലയോ? ഇനി ഒരു കൂടാണ് അടുത്തിട്ട് ഇത് ഞാൻ ചുടുതാൻ എന്ന് പറയുന്നത്. നോക്കുക ശരിയാകത്തില്ല. ഓക്കെ. മീനിന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഏതാ ഉപകാരമാവുന്ന ഒരു വീട്ടിൽ. പിന്നല്ലേ അവര് വീണ്ടും വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. വീണ്ടും ആരെങ്കിലും വന്നാൽ ചിരട്ടയൊക്കെ അത് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നു. ഇതിപ്പോ അവരിട്ടിരുന്നോണ്ടല്ലേ നമുക്ക് ഉപകാരം വന്നത്. പേരുണ്ടാക്കുന്ന ഇപ്പൊ ഷോയ മേടിക്കും. ഷോയ പതച്ചില്ലേ? ഷോയ ഇതിനുള്ള കൊച്ചി ഇതിനുള്ള വായ്പ പെരട്ടി വെക്കാം. അപ്പോഴത്തേക്ക് ചോറ് നമ്മൾ ഞോടെ കയറ്റുവാ. മുളാണി കയറ്റും. മുളാണി കയറ്റുമല്ലേ? പെരട്ടി വെച്ചാൽ പെരട്ടി വെച്ചാൽ പെരട്ടി വെക്കാം. പെരട്ടി അന്നേരത്തേക്ക് മസാല പിടിക്കുമല്ലോ. ഇങ്ങനെ മുളാണ്ണി എന്താന്ന് വെച്ചാല് ദീപകാരുടെ സ്പെഷ്യൽ മീൻകറിയാണ്. മുളക് തണ്ണി, മുള്ളാണ്ണി, മുളക് അരച്ചതും മീനും സുർക്കയും കരിയാപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇടാൻ വേണ്ടി. ലാസ്റ്റിൽ ഇടണ്ടേ? പതച്ചെന്ന് പറഞ്ഞാൽ തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയെന്ന്. മുളകിട്ട് അതൊന്ന് കഴുകി ഒഴിക്കണേ. കഴുകി വെച്ച് ഒഴിച്ചായിരുന്നു. മുളക് പൊടി ഇടാൻ പോകാന്നേ. മീൻ പൊരിക്കുന്നല്ലേ? മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം നമുക്ക് മസാല മീൻ പൊരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, അടുത്തത് കുരുമുളക് പൊടി, കുരുമുളക് പൊടി. മീൻ എന്തായിരുന്നു? മെട്ടി മീൻ പൊരിക്കാൻ വേണ്ടി. മെല്ലെ ഒരു മണമെല്ലാം വാങ്ങാം. നേരം കണ്ടല്ലോ. ഇല്ല വേണ്ട. സുർക്ക ഈ ദീപകാർക്ക് സുർക്ക വിട്ടൊരു കളിയില്ല. വിനീഗർ ദീപ് വിനെഗർ ഒരിച്ചിരി ഒരു പുളി കിട്ടാൻ വേണ്ടി. ഉപ്പിട്ടല്ലോ? ഇട്ടോ? ഉപ്പിട്ടില്ല. എല്ലാത്തും മുളക് പൊടിയും കൂടി ഇട്ടല്ലോ. കറിവേപ്പിലുണ്ടോ? വെളുത്തുള്ളി ചല്ലി തേക്കങ്ങുള്ളി എരിഞ്ഞ് അതിങ്ങനെ ഉളക്കിട്ട് വെളുത്തുള്ളി ഉണ്ട്. പെരിയുന്ന സമയത്തൊക്കെ മെല്ലെ ഞാൻ മേലെ കഴുകി സ്മെല്ലിൽ മാറിക്കുന്നുണ്ട്. ഹരമുണ്ടോ? നോക്കാം. നേരം ഉണ്ടാക്കത്തില്ല. കാര്യം ഞങ്ങൾ വെളുത്തുള്ളി ഇത് ചതച്ചല്ലേ ഇടുന്നത്. ഞങ്ങളിടും എപ്പോഴും. വീട്ടിൽ അമ്മ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാതെ അമ്മ മീൻ പൊരിക്കട്ടെ. കറിവേപ്പില ഇടട്ടെ? ഇച്ചിരി അതിനും വേണം ഇച്ചിരി. അതാ മുളക് എണ്ണയ്ക്ക് ഇപ്പോഴേ ഇടാനോ?
ഇത്രയും അങ്ങ് ഇടട്ടെ കരിയാപ്പില, ഇനി വേറെ ഒന്നും വേണ്ടല്ലോ. മൂട്ട് കയ്യിലെല്ലാം എടുക്കട്ടെ കളവാ. കാരണം ഉള്ള അടുപ്പ് കൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഉള്ളത് ഭാഗ്യം, ഉള്ളത് കാര്യമായില്ലയോ? ഞാൻ വെറുതെ അത് ഞാൻ വെള്ളം കലക്കാൻ വേണ്ടി എടുത്തതാ, കുടിക്കാനേ. സ്ക്വാഷ് കലക്കാൻ വേണ്ടി. എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നൊക്കെ വെക്കണം, അതാ ഒരു രസം. അറിയാം, പാടറിയല്ലോ. പണ്ട് അങ്ങനല്ലേ, അങ്ങനെ വേണം. ഇങ്ങനെയൊക്കെ വന്ന് ഒരു ദിവസം കാണുകയാണ് അറിയും. ഇവിടെ തീപ്പെട്ടി ഇല്ലേ, നമ്മളിങ്ങനെ തേടി തേടി ആരാൻ പോയി ഒരു കൊള്ളി കൊണ്ട് അങ്ങ് തോരൻ തീനുള്ള. അത് കഴിഞ്ഞ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പിടിയാലോ. ഇനി പറ്റുന്ന ഒരു വെള്ളം മക്കളെ മീൻ പൊരിപ്പം പച്ചലി ഇല്ല കഴിക്കണ്ടായി. ഇത് അജാസത്തെ പറഞ്ഞു 3 വേണമെന്ന്. അതിനകത്ത് വെക്കണ്ടായോ? എന്റെ ഉമ്മ കഷ്ടപ്പെട്ട് ചിരച്ചതാ. നിങ്ങൾ ബാക്കിയോട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ഞാൻ പറഞ്ഞു 3 ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ. നമ്മള് 4 പേർക്ക് ഒരു തേങ്ങ പോരെ. കയ്യിലൊക്കെ തേച്ചോ, നല്ലതാ. മക്കൾ തട്ട മച്ചു കൊടുക്കും. അരിപ്പ എടുക്കാൻ മറന്നുപോയി. മാത്രം ഞങ്ങൾ മറന്ന അരിപ്പ. ഈ സാധനത്തിന് വലിയ ആർഭാടപരമായിട്ടൊന്നും. ആദ്യത്തെ തേങ്ങാപ്പാൽ മുളക് തണ്ണിക്ക് വെക്കുകയാണ്. നമ്മൾ വെക്കാൻ പോകുന്ന എന്തോ പറയാൻ മറന്നുപോയി. തേങ്ങാച്ചോറ്. അപ്പൊ ദീപകാരുടെ സ്പെഷ്യൽ തേങ്ങാച്ചോറ് മുള്ളാണ്ണി. മുള്ളാണ്ണി അവിടെ റെഡിയായി വരുന്നത്. നീറ്. അത് ഓരോ ദീപകാരും ഓരോ ഷണ്ണം. തേങ്ങാപ്പാല് ഫുൾ ഒഴിച്ചാണ് നമ്മൾ തേങ്ങാച്ചോറ് വേവിക്കുന്നത്. കണ്ണോ കൈ വരെ എടുക്കുക. കയ്യാട ഈയാന്ന് പറഞ്ഞാൽ കയ്യാട ദാ ഇവിടെ കിടക്കുന്നു. കയ്യാടാന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ? പിടിക്കുന്ന തുണി നമ്മൾ അടുപ്പിനൊക്കെ കയ്യാട. നമ്മുടെ തണ്ണിക്കകത്തോട്ട് കാണുന്നുണ്ടോ? തലപ്പാൽ നമ്മള് കുറച്ച് മുളക് തണ്ണിക്കകത്ത് വെച്ചു. ടേസ്റ്റ് അങ്ങോട്ട് കിട്ടട്ടെ. തീപ്പെട്ടി അതാ ഗ്യാസ് ലൈറ്റ് അവിടെ ഉണ്ട്. നല്ലതായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പേര് മാറ്റണം, ഇല്ലാതെ നടക്കത്തില്ല ഇവിടെ. എന്റെ പിങ്കി എന്ന് വിളിച്ച പ്രശ്നം തീർന്നില്ല. പിങ്കി സൽമത്തിനെ സുൽഫത്തിനെ സൽമത്തെന്ന് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത്. പിങ്കി കുറച്ച് ഇതെല്ലാം പേരങ്ങേ. സാരമില്ലല്ലോ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഇവര് തേങ്ങാച്ചോറ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്. അങ്ങനെയുള്ള തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞു, അരിയെല്ലാം കഴുകി വെച്ചു. പിഴിഞ്ഞില്ല, പിഴിഞ്ഞോണ്ടിരിക്കുന്നു. സമയം എത്രയായി? 12:30 മണിയായി കേട്ടോ. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ വിശപ്പ്. ഓ, സമയം കാണിക്കാൻ പറഞ്ഞ വാച്ച് അറിയാൻ അറിയോ? പിന്നെ ഞാൻ ഒന്നോട്ട് ഇതാ കെട്ടുന്നത്. നല്ല വാച്ചാ. സമയൊക്കെ കറക്റ്റാണ്. സമയമൊക്കെ കറക്റ്റാ. ഇനി അടുത്ത് നമുക്ക് മീൻ പൊരിക്കാനുള്ള പരിപാടി നോക്കണം. തേങ്ങാച്ചോറും കൂടെ അടുപ്പിൽ കയറ്റിയാൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. മേൽക്കൂര പണിയുന്നു. ബെഡ്ഷീറ്റ് വേണമായിരുന്നോ? അടിപൊളി. നമ്മളിതിനകം കണ്ടില്ലല്ലോ, ഒന്ന് കണ്ടിട്ട് വരാം. ബാ, വൈകുന്നേരം. അത് സത്യമാണ്. ഞാൻ അധികം പോകുന്നില്ല ഇവിടെ, ജസ്റ്റ്. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തണൽ. അങ്ങോട്ട് നോക്കിയേ, അവിടെ ഫുള്ള് വെയില. അവിടെ ഇങ്ങനത്തെ മരം ഇല്ല. ഈ മരം നിൽക്കുന്നതുകൊണ്ടുള്ളൊരു തണലോ ഇവിടെ. ഈ കാണുന്ന മരം കണ്ടോ?
പക്ഷെ ഒരു കാര്യം ചെയ്യണേ, ചോറെല്ലാം വെച്ച് നമുക്ക് തണലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഇരിക്കാം. ഇവിടെ നല്ല വെയിൽ, ഇവിടെയും വെയിലായി, നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന ഇടവും നല്ല വെയിലായി. മുളക് കിളിക്കട്ടെ എന്ന്, ഏളിക്കട്ടെ, ഇറക്കട്ടെ എന്ന്. ഇവിടെ നമ്മുടെ ചുടുതാനിനകത്ത് നമ്മൾ ചോറ് വെച്ച്, ഇതിനകത്ത് തന്നെ നമ്മൾ ചോറ് കയറ്റി അതിനകത്ത് മുളക് തണ്ണി വെച്ച് മീൻ പൊരിക്കാനുള്ളതെല്ലാം സെറ്റാക്കി വെച്ച്. എവിടെ പോയതാന്ന്? ഞങ്ങൾ പക്ഷേ ഇതേവരെ കൽപ്പറ്റി വന്നിട്ട് ഇതുപോലെ ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല. കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ്. സത്യം, ഞാൻ എത്ര ദിവസം കൊണ്ട് ഇവരെ വിളിക്കുവാന്നറിയാവോ. എല്ലാവർക്കും ഓരോരുത്തർക്കും സമയം ഒത്തൊത്ത് വരണം. ഇപ്പം ആണെങ്കിൽ ദ്വീപിൽ എന്തോരം കല്യാണങ്ങളായിരുന്നു. ഇവർക്കെല്ലാം കല്യാണം ആയാൽ പിന്നെ കല്യാണ വീടുകളിൽ പോകണം. കുറേ ദിവസത്തെ പണിയുണ്ടല്ലോ. തണലുള്ള എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് ഇപ്പം തൽക്കാലം അവിടോട്ട് വെച്ചിട്ടേ ഞാൻ ഏതാണ്ട് കാർഡ് ബോർഡ് എടുത്തോണ്ട് വരാം. ഏതാണ്ട് ഒരു കാർഡ് ബോർഡ് കിടക്കും, നമുക്ക് കാർഡ് ബോർഡിനെ മുകളിൽ വെക്കാം. എന്നാ കാർഡ് ബോർഡ് കൊണ്ടുവരാം ഞാൻ. കാർഡ് ബോർഡിൻ്റെ മണ്ടയിലെല്ലാം വെച്ചു. എന്നാ ഒരു മിനിറ്റ്, ഇവിടെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറി കിടക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഇല്ല. ഓക്കെ, മുളക് തണ്ണി നമ്മൾ സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊരു തണൽ നോക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. വേണ്ടേ ഇനി ബാക്കിയില്ല. ഇവിടെ വേണ്ട രണ്ടുപേര് വലിയ മറ്റേ ടാർപ്പൊക്കെ വലിച്ച് കെട്ടുന്നുണ്ട്. ഇവിടെ ആരൊക്കെയോ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വരുന്നവരും ഉള്ള സൗകര്യത്തിൽ ഓരോന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹം ഇന്നാണ് നമ്മൾ അത് സഫലമായത്. അടുത്ത് നമുക്ക് മീൻ പൊരിക്കാനെല്ലാം വെക്കാം അല്ലയോ. ഇതൊക്കെ ഒരു വൈബാണ് മക്കളെ. ദ്വീപിൽ വന്നിട്ടുള്ള ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ പൊളിയാണ് സത്യം. ഇതൊക്കെ ഭയങ്കര രസമാണ് സൽമത്തെ. നിങ്ങൾക്ക് എത്രമാത്രം ഇത് രസമാവും അറിയത്തില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോയി ഫുഡൊക്കെ വെച്ച് എല്ലാവരും കൂടെ ഒക്കെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. ഞങ്ങളൊക്കെ കുഞ്ഞിലെ കളിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മണ്ടയിൽ ഇതുപോലെ തുണിയൊക്കെ വെച്ച് കാണണ്ട. നമ്മൾ പണ്ട് കളിക്കുന്ന സമയത്ത് വീടുകൾ. അപ്പം നമ്മൾ വിചാരിക്കത്തില്ലേ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും എന്നൊക്കെ. ചോറ് റെഡി. അപ്പം തന്നെ മീൻ പൊരിച്ച് ഒന്ന് ഓണാക്കാം. പക്ഷെ നമ്മൾ വന്നേക്കുന്ന എന്ത് സൂപ്പർ സ്ഥലത്താന്ന് നോക്കിക്കേ. അടിപൊളി ആംബിയൻസ് അല്ലേ. കത്തി എന്തോ എടുത്തു നമ്മള്. എന്തെടുക്കാന്? എന്താ ഇടാന്? ചോറിടാനോ? ഇരിക്കാനെന്നാ സൽമത്തിന് അത് റെഡിയാക്കുന്നത്? പിന്നെ ഓ അങ്ങനെ. എനിക്ക് ചായ വേണം. പൊരിച്ച മീൻ കൂട്ടാമല്ലോ. എല്ലാവരും പ്ലേറ്റ് കാണിച്ചോ. ശരി അങ്ങോട്ട്. നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ച കറിയാണ്. എനിക്കൊരു മീൻ ഇവിടെ തരുമോ? അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇവള് പൊരിച്ച കൂട്ടത്തിലൊന്ന്. ഈ ചൂരയുടെ കഷ്ണം നീ കഴിക്കത്തില്ലേ? എന്നാ അത് മീനച്ചാറ്, മറ്റേത് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അച്ചാറ്. എല്ലാവർക്കും വെച്ചോ? നിനക്ക് കൂട്ടുമല്ലോ. നീ ഇവിടെ ഇട്ട് വെക്കത്, അല്ല അങ്ങ് വരെ റജിതയ്ക്ക് എത്തത്തില്ല. അപ്പൊ എല്ലാരും കഴിച്ചു തുടങ്ങിക്കോ. നല്ല രസമുണ്ട്, കഴിച്ചു തുടങ്ങിക്കോ. മീൻ പൊരിച്ചെടുത്തില്ല. റജിതയ്ക്ക് വേണ്ടായ മെട്ടി? പൊരിച്ചത് മെട്ടിയാ. എന്നാ അമ്മ എന്താ ആരോടും പറയല്ലേ? റജിത മെട്ടി കഴിച്ചില്ലേ? കെട്ടിയവനോട് പറയല്ലേ? അറിഞ്ഞിട്ടില്ല, ആരും അറിയത്തില്ല കേട്ടോ. ആരും അറിയത്തില്ലേ, ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ കഴിച്ചിട്ട് ഇനി അഭിപ്രായം പറയണ്ടത്. നിങ്ങളല്ലേ ഇവിടെ ഇത് വരണം വെച്ചുണ്ടാക്കണം. എനിക്കിങ്ങനെ
എല്ലാവരുടെ വന്ന് ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ചൂട് കേട്ടോ, ചൂടിൻ്റെ കൂടെ ചൂടും കൂടെ. മുളക് തന്നെയും തേങ്ങാച്ചോറും വേറെ ലെവൽ. ബിരിയാണി ഒന്നും ഇതിൻ്റെ 7 അയലത്ത് പോലും എത്തത്തില്ല കേട്ടോ. എന്ത് ടേസ്റ്റാണ് ഇതിന്, അടിപൊളി സൂപ്പറാണ്. ഇതെന്താ മീനെന്താ? മീൻ ഇത് ചൂര പൊരിച്ച മീനുണ്ട് കേട്ടോ. ഞാൻ പൊരിച്ച മീൻ എടുക്കട്ടെ. ഇതാണ് നമ്മുടെ മെട്ടി പൊരിച്ചതുണ്ട്, മീൻ അച്ചാറുണ്ട്, മുളകെണ്ണയും തേങ്ങാച്ചോറും പൊടി. ഇത് വീട്ടിലിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും സൂപ്പറല്ലേ ഇങ്ങനെയൊക്കെ വന്നിരുന്നു. എല്ലാവർക്കും വിശന്നു. ഞങ്ങൾ കൈ കഴുകാൻ പോയ സമയത്ത് അയ്യോ സുൽഫത്തെ ഇതിനകത്തെങ്ങാനും വന്ന് തൊട്ടോ, തൊട്ട് കാണുമല്ലേ, കശ് കളഞ്ഞേരാ. ആ വേണ്ട കണ്ടോ, ഞങ്ങൾ കൈ കഴുകാൻ പോയ സമയത്ത് ഇവിടെ വേണ്ട പാട്ട്. അയ്യോ ഉച്ചയ്ക്ക് എല്ലാവരും ചോറുണ്ട്, തേങ്ങാച്ചോറും മുളക് തണ്ണിയും എല്ലാം കഴിച്ചിട്ട് ക്ഷീണിച്ച്, സമയം ദിവാച്ചോട് ഊരി വെച്ച് ക്ഷീണിച്ച്, എന്നിട്ട് എല്ലാവരും ഒന്ന് ഇച്ചിരി നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ദാഹം. അതല്ലേ ഉള്ളൂ. ഇപ്പം ചൂടും വെയിലുമാണ്, ദാഹത്തിൻ്റെ. ഇച്ചിരി ഐസ് കട്ട ഇട്ടിരുന്നെങ്കിൽ, ഇച്ചിരി ഐസ് കട്ടയും ഇട്ടിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ബോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാക്കി ഇത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ കുടിച്ച് തീർത്ത്. പിന്നെ ദാഹം ഇല്ലയോ, ഉണ്ടാവുമായിരിക്കും ഇല്ലയോ, പിന്നെ 5 കാണുമായിരിക്കും. അത് കുടിച്ച് തീർത്ത് മറ്റേതിന് കുറച്ചുകൂടെ ഉള്ളു. ബാക്കി ഈ ക്യാനിലെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ കട്ടൻ ഇട്ടത് നമ്മൾ കുറച്ചേ കുടിച്ചുള്ളൂ, ബാക്കി ഇതിനകത്തിരിക്കുന്നു. സ്നാക്സ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കും. കാരണം ഇവിടെ എല്ലാം ഇലകളൊക്കെ ഉള്ളത് കാരണം നമ്മൾ അടുപ്പിനകത്ത് ഫുള്ളും വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം തീയെല്ലാം അണച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ അനക്കം കേൾക്കുന്നുണ്ട്. ഈ കോമ്പെന്ന് പറയുന്ന സംഭവം എന്താ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഇലകൾ അനങ്ങുന്ന. അതുകൊണ്ട് നമ്മളിവിടെ എല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂല് വെച്ചൊന്ന് തൂത്ത് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം, കാരണം അവിടുന്ന് അവർ ബോട്ടും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ വിളിക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് വിചാരിച്ച ഒരു സ്വപ്ന യാത്രയായിരുന്നു ഇതല്ലയോ. അതെ, അവർ നടത്തി തന്നെനിക്ക്. ഞങ്ങളുടെ ലേഡീസ് ഉള്ളി ട്രിപ്പായിരുന്നു ഇന്ന്. ബാ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം, ബാ. ഞങ്ങളൊന്ന് എല്ലാവരും ഫോൺ എല്ലാവരും കയ്യിലുണ്ടോ? ഇവിടെ ആരും വരുത്തില്ല. ഇതിനകത്ത് നമ്മൾ ചില്ലാട്ടം പറക്കുമായിരുന്നു ഊഞ്ഞാലിനകത്ത്, പക്ഷെ ഇപ്പം പറക്കണ്ട. ബാ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഏത് വഴിയാ പോകണ്ടേ? ഇപ്പം ഫുള്ള് അനക്കം നടക്കണേ. നോക്കിക്കോണം എന്ത് എൻ്റെ പുറയിലുള്ള ആൾക്കാർ. ഞാൻ തൊപ്പിയൊന്നും എടുത്തില്ല. ഇന്ന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കറുത്ത് കരിവാളിച്ച് പോകും, എന്നാലും നമ്മൾ പോവാ. നല്ല തൊപ്പി കൊള്ളാമല്ലേ, ഞങ്ങൾ പുതിയ തൊപ്പി ഇവിടുന്ന് മേടിച്ചതാ. നിനക്ക് വേണം സ്വൽപ്പത്തേര് തൊപ്പി എടുത്ത് വെക്ക്. നമ്മളേതോ കാട്ടുവഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൽപ്പെട്ടി. അവിടെ വഴി അടഞ്ഞതാ, ഇതൊക്കെ ക്ലോസ് ആണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് വഴി പായോ മുള്ള, പക്ഷെ ഇത് തലയിൽ വെച്ചപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. കല്ലുള്ളത് എവിടാ? ഭയങ്കര വെയിലാ, മുടിഞ്ഞ വെയിലാ. എൻ്റെ തൊപ്പി കൊള്ളാമോ, രസമുണ്ടോ? നല്ല രസമാണ്. ആക്കിയത് സൽമത്ത് തൊപ്പി കയ്യിലെടുത്ത്. വന്ന വഴി മറക്കരുത്. പക്ഷെ തിരിച്ചു പോകാൻ വഴി അറിയാമോ സൽമത്തെ? വഴി തെറ്റി. ഇവിടെയൊക്കെ ടർക്കിയൊക്കെ കിടക്കുന്നല്ലോ. നേരത്തെ ഇവിടുത്തെ തെങ്ങുകളൊക്കെ മുറിച്ചേക്കുന്നുണ്ട് എയർപോർട്ട് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട്. അല്ല എയർപോർട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട്. എക്സ്റ്റൻഷൻ അല്ല, സോറി, എയർപോർട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തെങ്ങുകൾ ഫുള്ള് മുറിച്ചാണ്. എൻ്റെ പുറകിൽ 2 കാട്ടുവാസികളുണ്ട്. ഞാൻ അതിലും വലിയൊരു കാട്ടുവാസി. നിങ്ങളെല്ലാം കാട്ടുവാസികളാണ്. ഇതിന് ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്, പക്ഷേ ഇത് ആകെ ചുറ്റലായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല വഴിയാ ഇത്,
സംഭവം വഴിയാ, ചെടി കഴിയുന്ന എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ചെടി സംഭവം വഴിയാണേ. മരങ്ങളൊക്കെ കഴിയുന്ന സ്ഥലമാണ്, കാണുന്നുണ്ടോന്ന് നോക്ക്. പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നുണ്ടോ? വാ എന്നാ കൂടാരം നോക്കിട്ട് വരാം. നടക്കണം, ഇവിടെ പോയി ഇറങ്ങാൻ. ആന്നോ? കൂടാരം കാണാൻ പറ്റിയില്ല ഗൈസ്. എന്നാ ബാ കണ്ടിട്ട് വരായിരുന്നല്ലോ. ഈ വഴി ദാണ്ട് ഇവിടെ ഒക്കെ ഇച്ചിരി ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. ആ ഈ വഴിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ആ ഇതിപ്പോ ആൾക്കാരൊക്കെ ഒരുപാട് നടന്നേക്കാ. നമ്മള് കല്ലിനടുത്ത് പോവാന്നോ, ബീക്കുഞ്ഞി പാറയുടെ അടുത്ത് പോവാന്നോ? ആ ഇവിടൊക്കെ ഫുള്ള് ഇങ്ങനെ ആൾക്കാർ നടന്നതിന്റെ പാടുകളുണ്ട് കണ്ടോ. പുതിയ വയ്യ ഇതല്ല, നമ്മളിപ്പോ വന്നതിന്റെ ഒരു വൈ. അതായിരുന്നു പണ്ട് ആദ്യമുള്ള ഒരുപാട് വൈ ഉണ്ടായിരുന്നു, എല്ലാം തൂന്. അപ്പൊ നമ്മള് ചുറ്റി ചുറ്റി ഇതേ കണ്ടോ കടലിന്റെ അവിടെ എത്തി, ബീക്കുഞ്ഞിപ്പാറയുടെ അടുത്തെത്തി നമ്മള്. തൊപ്പി കൊള്ളാം എന്തായാലും. ആ ദാണ്ടേ നമ്മള് കറക്റ്റ് ഇറങ്ങിയാ കേറാൻ പാടാ. ഓ നമ്മള് വന്ന് ബീക്കുഞ്ഞിപ്പാറയിലെത്തി. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ബീക്കുഞ്ഞിപ്പാറ കേട്ടോ. ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഈ ബീക്കുഞ്ഞിപ്പാറയ്ക്ക്. ആ പണ്ട് ബ്രിട്ടീഷുകാർ എന്തോ യുദ്ധത്തിന് വന്ന സമയത്ത് ബീക്കുഞ്ഞി എന്ന് പറയുന്ന ഒരാൾ വന്ന് ഒളിച്ചിരുന്ന സ്ഥലമാണിതെന്നാണ് പറയുന്നത്. സാധാരണ എല്ലാരും പറയുന്നത് ഇവിടെ ആ അവര് നമ്മൾ ബീക്കുഞ്ഞിപ്പാറയിലെത്തി. വെയില് നല്ല വെയിൽ, നമ്മളെ വിളിക്കാൻ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വന്നതാ. ഇറങ്ങുന്നോ? ഇറങ്ങിക്കോ. ഇറങ്ങാവുന്ന ഹൈറ്റേ ഉള്ളൂ അതിന്. നീ നീങ്ങിക്കണേ. ചാടുന്നോ? അല്പത്തെ ഇങ്ങോട്ടിട്ട് ഞങ്ങള് ബീക്കുഞ്ഞിപ്പാറയിൽ ഇറങ്ങിയിരിക്കുന്നത് കാണുന്നില്ലയോ? ബീക്കുഞ്ഞി ഒളിച്ചിരുന്ന പാറയിലാണ്ട് കണ്ടോ? എന്റെ പൊന്നടി വല്ലതും ഉണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ ബീക്കുഞ്ഞിപ്പാറ കണ്ടോ. ഇതിനകത്തോട്ട് ഇറങ്ങാൻ നമുക്ക് തിരിച്ചിറങ്ങിപ്പോകാനുള്ള വഴിയായത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കുഴിയില്ല. ഞാൻ എടുക്കാൻ വേണ്ടിട്ട് അവർ രണ്ടുപേരും ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. നല്ല രസമാണ്. ഏതാണ്ട് കൂടാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ സൽമത്തെ, അത് കണ്ടാലോ? ബാ എന്നാ ബാ ബാ, അവരെന്തായാലും വിളിക്കുമല്ലോ നമ്മളെ. നമ്മളിന്ന് വന്നിട്ട് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. നിനക്ക് പേടിയുണ്ടായിരുന്നോ സുൽഫത്തെ? ഒരു പേടിയില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ലായിരുന്നു. നമ്മളൊരു ദ്വീപിൽ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഇതാ ഇത്രയും സമയം വരെ ഞങ്ങൾ മാത്രം. ഒന്നും പേടിക്കാനില്ല ഇവിടെങ്ങും. ആ എത്താറായോ? ആ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിട്ട് വലിക്കും നിങ്ങൾ, ഇത് മുട്ടിയാ എന്തോടത്ത് വലിക്കും? ഇതെന്താ പുളിമരം വന്നു? ഇത് കറിവേപ്പാ. വേണ്ട. എന്താ എന്താ പിന്നെ എന്താ പറ്റി? പ്രശ്നമില്ല. തൊട്ടു പിന്നെ മുള്ളൊക്കെ കായിട്ട് വരുന്നതാണ്. ഇട്ട് വലിച്ചൊക്കെ എന്താ മുള്ളുണ്ട് ഇതിനകത്ത്. ഞാൻ വിചാരിച്ച എന്തോ കറണ്ട് ഉള്ളതാന്ന്. പക്ഷെ കറിവേപ്പിനെ പോലെ ഇരിക്കുന്ന സംഭവം. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കൂടിയാ ഞങ്ങൾ വന്നേക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകല്ലോ. അടിപൊളി, നല്ല രസമുണ്ട്. എവിടെയോ മാംഗ്രോവ്സ് പോലെയൊക്കെ സൂപ്പറായിട്ടുണ്ട്. എന്താ ഞങ്ങൾ വന്ന വഴി മറന്നുപോയി. അപ്പൊ ഇതല്ലല്ലോ, ഈ തെങ്ങൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ വന്ന വഴി മറന്നുപോയി ഗൈസ്. എങ്ങനെയെങ്കിലും ഇനി അപ്പുറം എത്തണം. വിജനമായ കാട്ടില് സത്യം വിജനമായ സ്ഥലമാണ് ഇത്. നമ്മളൊരു ദ്വീപിൽ ഒറ്റപ്പെട്ടു ഗൈസ്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു ഹെലികോപ്റ്റർ വരുമോ? രസമുണ്ടല്ലേ. സോറി, ലെഫ്റ്റ് ഇല്ലേ? അതിന്റെ ഇടയിൽ കൂടെയാണോ നമ്മൾ വന്നത്? നമ്മൾ മൈതാനം പോലെ സ്ഥലത്ത് വീണ്ടും വന്ന് ഇങ്ങനെയാണ് വന്നോ കുട്ടി? ഇവിടെ നമ്മൾ ഈ മരം കണ്ടല്ലോ. യെസ് ഗൈസ്, നമ്മുടെ ഇടം തന്നെയാണത്. ചീരണി
അത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഞങ്ങളുടെ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. നമ്മൾ ഇവിടെ എവിടെയല്ലേ കയറിയത്? ഇത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദാഹിച്ച് പരിതാപം കൊടുക്കുന്നത്. അതെ വെള്ളം എന്താ മെല്ലെ പോയി ആ സാധനം ഉണ്ടാ നോക്കാം. പൊട്ടി വീണ അവസാനം മറ്റുള്ളവരുടെ തണലും കൂടി പോങ്ങ. അപ്പം ഞങ്ങൾ പോകും. അതെ, ഞങ്ങളുടെ ബോട്ട് വന്ന് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കാൻ. എനിക്ക് കുടിച്ചിട്ട് വെള്ളം നമ്മളെടുപ്പം വേണ്ടി നമുക്ക് സാധനം മാറിക്കേണ്ടത്. അതേ പുതിയ ഗസ്റ്റ് നമ്മുടെ ബോട്ട് വേണ്ട. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് തീരുവാ. ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ബോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാം. ഇന്നത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞേരെ? ഒന്ന് പറഞ്ഞേരെ. വേറെ ലെവൽ, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. സൽമത്തെ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ആഗ്രഹം സാധിച്ചു കൊടുത്തതിന് സന്തോഷമുണ്ടല്ലേ? അതെ അതെ അതെ, പോകാം നമുക്ക്. അതെ, അവരുടെ കൂട്ടത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. ആരെ കൊച്ചുണ്ടായിരുന്നോ? അപ്പം ഞങ്ങൾ തിരിച്ച് അകത്തെ ദ്വീപിൽ എത്തി കേട്ടോ. ഞങ്ങളെ വിട്ടിട്ട് ദേ ആ ബോട്ടുകാർ അടുത്ത ഗസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു. അവരെ അവരുടെ സ്ഥലത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മൾ സ്കൂട്ടർ ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് സ്കൂട്ടർ എടുത്തിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോകാം, അല്ലയോ? ആ, കട്ടൻ വേണം. പെട്ടെന്ന് എത്തി നമ്മളില്ലയോ? അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ദ്വീപായിട്ടുള്ള കൽപ്പറ്റി ദ്വീപിലേക്കുള്ള യാത്രയുടെ കുറച്ച് വിശേഷങ്ങളായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.